അപ്പോൾ നമുക്കിന്ന് ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ എന്ന് നോക്കാം. അപ്പോൾ ഇന്നലെ വൈകുന്നേരം പുറത്ത് പോയപ്പോൾ ചിക്കൻ വാങ്ങിച്ചു വരുന്നു. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ സവാള അരിഞ്ഞ് കുക്കറിലേക്കിട്ട് നന്നായൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയാണ് ഇത് ചതച്ചതും ചേർത്ത് കൊടുത്ത് നന്നായൊന്ന് വഴറ്റിയത്. പിന്നെ ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു 3 തക്കാളി അരിഞ്ഞതിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ചിക്കൻ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അപ്പോഴേക്കും കുക്കറിൽ നമ്മൾ അരിക്ക് വേണ്ടിയിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച്. അതിനുശേഷം അതിലേക്ക് ഹോൾ മസാല ഇട്ടിട്ട് നമ്മൾ വെള്ളം കഴുകിയിട്ട് കുതിർത്ത് വെച്ച അരി നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പിന്നെ തേച്ച് പത്ത ഇതൊക്കെ ഇട്ട് അതിലേക്ക് നമ്മൾ കഴുകി അരിച്ച് വെച്ച അരി ഇട്ടിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എത്രയാണ് അരി എടുത്തത് അതിൻ്റെ ഒരു ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലൊരു 1/4 ഭാഗം കുറക്കണം കേട്ടോ. അതായത് 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഇട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒറ്റ വിസിലിന് വേവിച്ചിട്ട് പ്രഷറൊക്കെ ഒന്ന് റിലീസാക്കി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടൽ പ്രോസസ്സാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിൽ കുറച്ച് മസാല വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കാം. പകുതി ചോറിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും മസാല ഇട്ടിട്ട് മുകളിൽ ബാക്കിയുള്ള ചോറും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മളിത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഫ്രൈഡ് ഓണിയൻസും പിന്നെ കുറച്ച് കളർ ഒഴിച്ച് കൊടുക്കാം, മല്ലിയിലയും പിന്നെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. തവ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം സെപ്പറേറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ കണ്ടില്ലേ, അടിപൊളിയായിട്ട് ദമ്മായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചോറ് ഒരു സൈഡിലാക്കിയതിന് ശേഷം സൈഡിൽ നിന്ന് ഇതേപോലെ മസാല കോരിയെടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് പ്ലെയിൻ റൈസും കൂടി ഇട്ട് കൊടുക്കാം. സലാഡിൻ്റെ കൂടെയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈഡ് ഡിഷിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതേപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. നിങ്ങൾക്ക് എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കും.